നമസ്കാരം. ഞാൻ തോമസ് കളത്തിപ്പറമ്പിൽ. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഈ അയൽവാസിയുടെ വീട് പണിയുമായി ബന്ധപ്പെട്ട് വലിയൊരു അനുഭവം ഉണ്ടായി. മറ്റൊന്നുമല്ല, ഞാനിന്ന് മലയാള മനോരമ പത്രം എടുത്ത് വായിച്ചപ്പോൾ അതിനകത്ത് വരാപ്പുഴ അതിരൂപതയുടെ ബഹുമാനപ്പെട്ട ബിഷപ്പ്, നമ്മുടെ പ്രിയങ്കരനായ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിൻ്റെ ഒരു നോമ്പുകാല സന്ദേശമുണ്ട്. അത് വായിച്ചപ്പോൾ എന്താണ് തോന്നിയതെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ഞാനത് പറയട്ടെ. അതിനു മുന്നേ നമ്മുടെ ഈ വരാപ്പുഴ അതിരൂപതയെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞേക്കട്ടെ. കാരണം അത് പറഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു കുറവായി പോകും. നമ്മുടെ വരാപ്പുഴ അതിരൂപത എന്ന് പറയുന്നത് ശാന്തമായി ഒഴുകുന്ന ഒരു അരുവി പോലെയാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആടുകൾ വെള്ളം കുടിക്കുന്നത് ശാന്തമായി ഒഴുകുന്ന അരുവിയിലൂടെയാണ്. അല്ലാതെ ഈ കുത്തിയൊലിച്ചു വരുന്ന ഈ മലവെള്ളപ്പാച്ചിലിൽ നിന്ന് ഒരിക്കലും ആടിന് വെള്ളം കുടിക്കാൻ കഴിയില്ല. കാരണം അതൊരിക്കലും കഴിയാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ശാന്തമായി ഒഴുകുന്ന ഈ നമ്മുടെ വരാപ്പുഴ അതിരൂപത, അതിൻ്റെ ശാന്തത എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പിതാവിൻ്റെ, ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിൻ്റെ ആ ശാന്തമായ മനസ്സിൻ്റെ, ആ ദൈവികമായ ആത്മീയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു മനസ്സ്, അതിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് ഇന്ന് നമ്മുടെ ഈ അതിരൂപതയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് ഞാൻ പിതാവിന് ഒത്തിരി നന്ദി പറയണേ. കാരണം ഇതുപോലെ ഒരു രൂപതയെ നയിക്കാൻ കഴിയുക എന്ന് പറയുന്ന ആത്മീയ ചൈതന്യത്തിൽ. അപ്പം അതെന്തുകൊണ്ട് പിതാവിന് സാധിക്കുന്നു എന്നുള്ളത് എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ ദിവസം പിതാവിന് മെയിൽ അയച്ചായിരുന്നു. മറ്റൊന്നുമല്ല, എൻ്റെ വലിയൊരു സങ്കടമാണ്. കാരണം ഞാനൊരു എൻ്റെ പ്രിയപ്പെട്ട അയൽവാസിക്ക് വീട് പണിക്ക് ഇറങ്ങിയിട്ട് അതൊരു പ്രതിസന്ധിയിൽ നിൽക്കണേ. കാരണം തറപണി 80% കഴിഞ്ഞിട്ട് അതിന് മുന്നോട്ട് നീങ്ങുന്നില്ല. പൈസക്ക് വേണ്ടി ഓടി കിടക്കണ്. അപ്പോൾ വിചാരിക്കുന്ന തുക വരുന്നില്ല. അപ്പം ഞാൻ പിതാവിൻ്റെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ സങ്കടങ്ങൾ ബോധിപ്പിച്ച് ഞാൻ മെയിൽ അയച്ചു. അത് അയച്ചിട്ട് പിതാവിന് ഒരു മറുപടി എനിക്ക് കിട്ടിയില്ല 2-3 ദിവസമായിട്ട്. അപ്പം ഞാൻ ആലോചിച്ച് എന്തുകൊണ്ട് തിരക്കായിരിക്കുമെന്ന് വിചാരിച്ചു പിതാവ്. കാരണം കുറേ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് തിരക്കുള്ള മനുഷ്യനാണല്ലോ. എങ്കിലും നാളെ ഒരു ദിവസം മറുപടി വരും എന്ന് തന്നെ കാത്തിരിക്കണേ. പക്ഷെ ആ മറുപടി അല്ല പിതാവ് എനിക്ക് തന്നത്. അതിൻ്റെ വലിയൊരു പരിഹാരമാണ്. കാരണം അത് മലയാള മനോരമ പത്രത്തിലൂടെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു മറുപടിയേക്കാൾ ഉപരി ഒരു വലിയ പരിഹാരമാണ് ഏറ്റവും വലുത്. ഇന്നത്തെ പത്രത്തിൽ ഉള്ള നോമ്പുകാല സന്ദേശം അത് എൻ്റെ മെയിലിനുള്ളൊരു മറുപടിയായിട്ട് തന്നെ ഞാൻ കരുതുന്നത്, പരിഹാരമായിട്ട് ഞാൻ കരുതുന്നത്. എന്താ കാര്യം പിതാവ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യം, നമ്മുടെയൊക്കെ അയൽവക്കത്ത് ഒരു ഭവനമില്ലാതെ സങ്കടപ്പെട്ട് കഴിയുന്ന ഒരു കുടുംബം ഉണ്ടെങ്കിൽ ഈ നോയമ്പ് കാലത്ത് നോയമ്പെടുത്ത് ആ ത്യാഗത്തിലൂടെ നമ്മൾ മാറ്റിവെക്കുന്ന തുക ആ ഒരു കുടുംബത്തിന് നമ്മളത് നൽകാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്, ഏറ്റവും വലിയ നന്മയാണെന്നാണ് പിതാവ് പറഞ്ഞേക്കുന്നത്. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഈ നോയമ്പ് കാലത്ത് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. എൻ്റെ ഫോൺ നമ്പർ അതിലുണ്ടാവും. നിങ്ങൾ മാറ്റി വെക്കുന്ന കൊച്ചു തുക അത് ആ കുടുംബത്തിൻ്റെ അവരുടെ ഒരു ഭവനം പണിക്ക് വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. ആ പിതാവിൻ്റെ സന്ദേശം നമുക്ക് ചേർത്ത് വെക്കാം നെഞ്ചോടുകൂടി. പിന്നെ പിതാവ് പറഞ്ഞ മറ്റൊരു വാക്കുണ്ട്, അതാണ് പിതാവിൻ്റെ ഉൾക്കാഴ്ച എന്ന് പറയുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം, നമ്മുടെ മാതാപിതാക്കൾ മരിച്ചു കഴിയുമ്പോൾ ചുംബനം കൊടുക്കാനായിട്ട് എല്ലാവരും വലിയ ധൃതിയാണ്. ആരെ കാണിക്കാനാണ് അല്ലേ? അപ്പോൾ പറഞ്ഞ മറ്റൊന്നുമല്ല, ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുന്നു, എത്ര ചുംബനം കൊടുക്കാൻ കഴിയുന്നു, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മരിച്ചതിന് ശേഷം ചുംബനം കൊടുക്കുമ്പോൾ അത് അനുഭവിക്കാൻ ആ മാതാപിതാക്കളുടെ മനസ്സായിട്ട് കൂടിയില്ലല്ലേ, അല്ലേ? അത് കാണാൻ അവരില്ലല്ലേ. അതുകൂടാതെ അയൽവക്കത്തിൽ രോഗികളായിട്ട് കഴിയുന്നവരെ സന്ദർശിക്കുക. ഈ നോമ്പുകാലം അങ്ങനെ നന്മയുടെ ഒരു സമയമാക്കി മാറ്റിയെടുക്കാൻ പിതാവ് ആഹ്വാനം ചെയ്തേക്കുന്നത്. ആ പിതാവിനെ ഞാൻ ഒത്തിരി നന്ദി പറയണേണ്. സാധാരണക്കാരൻ്റെ കൂടെ പാവപ്പെട്ടവൻ്റെ ആഗ്രഹങ്ങളും സങ്കടങ്ങളും എല്ലാം അറിഞ്ഞ് ഒരു മനസ്സോടുകൂടി ഈ രൂപതയെ നയിക്കാൻ അങ്ങ് കാണിക്കുന്ന ഈ ആത്മീയമായ ചൈതന്യത്തോടു കൂടിയുള്ള ജീവിതം, അത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ നോമ്പുകാലം ഒരു പിതാവ് പറഞ്ഞ പോലെ ഒരു നന്മയുടെ കാലമാക്കി കർത്താവിലേക്ക് തിരിയാനും കർത്താവിൻ്റെ ത്യാഗപൂർണമായ ജീവിതം, മറ്റുള്ളവരോടുള്ള സ്നേഹം, അത് നമ്മിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ഈ സമയം ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ആ അയൽവാസിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു കൊച്ചു സഹായം അതെൻ്റെ കൂടെ ഉണ്ടാകണം. ഓക്കെ.